കാൽപന്ത് കളിയിൽ ട്വിസ്റ്റുകൾക്ക് പഞ്ഞമില്ല. എന്നാൽ മത്സരവും കഴിഞ്ഞ് ടീമുകൾ പിരിഞ്ഞിട്ടും പോയിന്റ് പട്ടികയിലെ ട്വിസ്റ്റ് കഴിഞ്ഞില്ലെങ്കിലോ? എന്താ അല്ലേ? സംഭവം യൂറോ കപ്പിന്റെ ഗ്രൂപ്പ് സിയിലാണ്. ഇംഗ്ലണ്ടും ഡെൻമാർക്കും സ്ലൊവീനിയയും സെർബിയയുമാണ് സി ഗ്രൂപ്പിലെ ടീമുകൾ. ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഒരു ജയവും 2 സമനിലയുമടക്കം 5 പോയിന്റുമായി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ഒരു തോൽവിയും 2 സമനിലയും നേരിട്ട സെർബിയ പുറത്തേക്കും. ബാക്കിയുള്ളത് ഡെൻമാർക്കും സ്ലൊവീനിയയും. 3 മത്സരങ്ങളും സമനിലയിലായ ഇരു ടീമുകൾക്കുമുള്ളത് 3 പോയിന്റുകൾ. ഇവിടെയാണ് കളിക്കാരുടെയും ആരാധകരുടെയും സമനില തെറ്റിത്തുടങ്ങിയത്. ഒരു ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാരും എല്ലാ ഗ്രൂപ്പുകളിലുമായി മൂന്നാമതെത്തുന്ന മികച്ച 4 ടീമുകളുമാണ് പ്രീ ക്വാർട്ടറിലെത്തുന്നത്. അപ്പോൾ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒരുപോലെ നിർണായകം. ഇനിയാണ് ട്വിസ്റ്റുകളുടെ തുടക്കം. ടീമുകളുടെ പോയിന്റ് തുല്യമായാൽ പിന്നെ പരിശോധിക്കുന്നത് ഗോൾ ശരാശരിയാണ്. അവിടെയും ഡെൻമാർക്കും സ്ലൊവീനിയയും ഒപ്പത്തിനൊപ്പം. 2 ഗോൾ വീതം അടിച്ചപ്പോൾ 2 ഗോളുകൾ വീതം വഴങ്ങുകയും ചെയ്തു. അടുത്തതായി പരിഗണിക്കുന്നത് റെഡ് യെല്ലോ കാർഡുകൾ. അവിടെയും കട്ടയ്ക്ക് കട്ട. ഇരു ടീമിലെയും താരങ്ങൾക്ക് കിട്ടിയത് 6 വീതം മഞ്ഞക്കാർഡുകൾ. ആരും ചുവപ്പ് കാർഡ് കണ്ടില്ല. ഇവിടം കൊണ്ടും തീരുമാനമായില്ല. അടുത്തത് പരിശീലകനടക്കമുള്ളവർക്ക് ലഭിച്ച കാർഡുകളാണ് പരിശോധിച്ചത്. അവിടെ സ്ലൊവീനിയയ്ക്ക് പണി കിട്ടി. ഡെൻമാർക്കിനെതിരായ മത്സരത്തിൽ സഹപരിശീലകൻ മിലിവാജോ നൊവാക്കോവിച്ച് മഞ്ഞക്കാർഡ് കണ്ടിരുന്നു. ഇതോടെ സ്ലൊവീനിയയുടെ ആകെ മഞ്ഞക്കാർഡിൻ്റെ എണ്ണം 7ആയി. അങ്ങനെ ഡെൻമാർക്ക് 2ാമതും സ്ലൊവീനിയ 3ാമതുമായി. ഇവിടെയും തുല്യതയായിരുന്നെങ്കിൽ പിന്നീട് പരിശോധിക്കുക യൂറോപ്യൻ ക്വാളിഫയർ റാങ്ക് ആയിരുന്നു. അവിടെയും 9ാം റാങ്കുള്ള ഡെൻമാർക്കിനാകുമായിരുന്നു നേട്ടം. എന്തായാലും മഞ്ഞക്കാർഡ് വാങ്ങിയ സ്ലൊവീനിയയുടെ സഹപരിശീലകൻ വിഷമിക്കേണ്ട. ടീം 3ാമതായതുവഴി കരുത്തരായ ജർമ്മനിയെ പ്രീ ക്വാർട്ടറിൽ നേരിടുന്നതിൽ നിന്നും അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്.